Good morning. BCAയിൽ ഫൈനാൻഷ്യൽ ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിന്റെ വീഡിയോസ് മൊഡ്യൂൾ വൈസ് ആയിട്ട് ഓരോ മൊഡ്യൂൾ നമുക്ക് 2 വീഡിയോസൊക്കെ ആയിട്ട് എടുക്കാം. ആ രീതിയിൽ ക്ലാസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എന്താണ് അക്കൗണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള കാര്യം ഇതാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കാം. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ 2, 5, 50, 10 അല്ലേ, ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, BCAക്കാരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പുതിയ സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടപാടുകളും രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. അതിൽ ഡാറ്റ റിസീവ് ചെയ്യുന്നു. ഡാറ്റ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ബിസിനസ്സിൽ സംഭവിക്കുന്നത് ആ ഡാറ്റയെ സ്വീകരിക്കുന്നു, അത് ഇൻപുട്ടാക്കി വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ആ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതോടുകൂടി ഇത്തരം വിവരങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന ഓർഗനൈസേഷൻ ആണ്. അവരുടെ അഭിപ്രായ പ്രകാരം അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying, summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ അഭിപ്രായത്തിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്ന കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എന്തെല്ലാം തരത്തിലുള്ള ഇടപാടുകളാണോ നടക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഇടപാടുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിച്ച് വെക്കുന്നു. അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലോട്ട് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സമ്മറൈസ് ചെയ്ത് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, പ്രാധാന്യം അനുസരിച്ച് ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ രൂപത്തിലുള്ള. അപ്പോൾ ബിസിനസ്സിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രേഖപ്പെടുത്താൻ പറ്റില്ല. പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്, ഇടപാടുകളും സംഭവങ്ങളുമാണ് ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവം ഉള്ള കാര്യങ്ങളെയാണ്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ആ റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. അപ്പൊ ഈ അക്കൗണ്ടിങ് എന്ന ഡെഫിനേഷൻ പഠിച്ചാൽ തന്നെ അതിന്റെ മീനിങ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതി വെക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് കഴിഞ്ഞാൽ ഫങ്ഷൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫങ്ഷൻസ്, അതിൽ നോക്കാം. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഒന്ന് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ ഇൻ ആൻ ഓർഡർലി മാനർ. ക്രമം അനുസരിച്ചിട്ട് ബിസിനസ്സിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മുറയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫൈങ് ആണ്. ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റെക്കോർഡഡ് ഡാറ്റ. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡാറ്റയെ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരേ രീതിയിലുള്ള ഒരേ സ്വഭാവത്തിലുള്ളവയെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. ദ ക്ലാസിഫിക്കേഷൻ ഇസ് വർക്ക് ഡൺ ഓൺ ദി ബുക്ക് കോൾഡ് ലെഡ്ജർ. ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്കിന്റെ പേര് ലെഡ്ജർ എന്ന് പറയും. ക്ലാസിഫിക്കേഷന് മുന്നേ നമ്മൾ നടത്തിയത് എന്തായിരുന്നു, റെക്കോർഡിംഗ് ആയിരുന്നു. റെക്കോർഡിങ്ങിന് നമ്മൾ എന്ത് ബുക്ക് ഉപയോഗിക്കുന്നു, ജേർണൽ എന്ന ബുക്ക് ഉപയോഗിക്കുന്നു കേട്ടോ. ദെൻ സമ്മറൈസിങ് ആണ്. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ആലോചിച്ചറിയുമ്പോൾ ഒരു ഷോപ്പ് എടുത്തു. ഒരു ഷോപ്പിൽ ഒരു ദിവസം എത്ര കസ്റ്റമേഴ്സ് വരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ദിവസം വെറുതെ ഒരു ആവറേജ് 100 പേരാണെങ്കിൽ ഒരു മാസം എത്രയുണ്ട്? നമ്മളൊരു വർഷത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നത്. അപ്പോഴേക്ക് എഴുതി എഴുതി നോക്കുകയാണെങ്കിൽ ഹാർഡായിട്ട് നമ്മൾ എഴുതി എഴുതി പോവുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റാത്തിടത്ത് അത്രയും ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചുരുങ്ങിയ രൂപത്തിലോട്ട് ആക്കി മാറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസ്, പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കും, ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കും. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന പ്രോസസ്സാണ് എവിടെ വരുന്നത്, ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതിലുണ്ടാവുന്ന അക്കൗണ്ടുകളുടെ എല്ലാം ബാലൻസ് മാത്രം എഴുതി ഉണ്ടാക്കുന്നതാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. പിന്നെ അത് ട്രയൽ ബാലൻസിൽ അങ്ങനെ റെഡിയാക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ നേടിയിട്ടുള്ളത് എന്നറിയാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ഇനി ഡീൽസ് വിത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൽ നടക്കുന്ന സാമ്പത്തിക കാര്യങ്ങളെ മാത്രമേ എന്ത് ഡീൽ ചെയ്യുന്നുള്ളൂ, ഒരു അക്കൗണ്ടിങ് ഡീൽ ചെയ്യുന്നു. ദെൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്സ്. ആ കാര്യങ്ങളെ വിശകലനം ചെയ്ത് നല്ല രീതിയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഫേമിന് ഇത്ര ലാഭം കിട്ടിയാൽ ആ കൊണ്ടുവന്നിട്ടുള്ള മൂലധനത്തിന് ആവശ്യമായിട്ടുള്ള ലാഭമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ചെലവുകൾ വരവിനേക്കാളും കൂടുതലാണോ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അതിന്റെ അർത്ഥത്തിൽ കാണണം. അപ്പൊ അത് ആ ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ്സ്. ഈ വിവരങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഏതെല്ലാം തരത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, പ്രധാനമായിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബിസിനസിന്റെ ലാഭം നഷ്ടം സാമ്പത്തിക അവസ്ഥ ഒക്കെ കാണാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ്, ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഓണേഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. ഈ മാനേജ്മെന്റ് ഗ്രൂപ്പിന് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ശാഖയെ പറയുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിന്റെ ചെലവ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ അതിന് എത്ര രൂപ ചെലവ് വരുന്നു, അത് ഓരോ ചെലവിൽ തന്നെ നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, അതേപോലെ ഓവർ ഹെഡ്സ് ഉണ്ട്, അങ്ങനെ ഓരോ അണ്ടറിലും എത്ര ചെലവ് വരുന്നു എന്നൊക്കെ കണക്കാക്കാനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ദെൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഓബ്ജക്റ്റീവ്സ്: ഒന്ന്, ബിസിനസിന്റെ എല്ലാ ബുക്സുകളും റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുക. ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫൈനാൻഷ്യൽ പൊസിഷൻ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റ് റെഡിയാക്കും. ദെൻ ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വാരിയസ് ഗ്രൂപ്പ്സ്. ഓരോ ഗ്രൂപ്പിനും ഇത്തരം വിവരങ്ങൾ കൈമാറുന്നു. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. അതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. കാരണം ഓരോ ദിവസം ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പൊ കഴിഞ്ഞു പോയ ഓരോ കാര്യവും രേഖപ്പെടുത്തുന്നതുകൊണ്ട് അതിന് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്ന് പറയാം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ റെഡിയാക്കാൻ സഹായിക്കുന്നു. പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ, അതായത് ആരൊക്കെയാ, ഓണേഴ്സിന് വിവരങ്ങൾ അറിയണം, ബാങ്കുകൾക്ക് അറിയണം, ക്രെഡിറ്റേഴ്സിന് അറിയണം, ഇവർക്കൊക്കെ ഈ വിവരങ്ങൾ കൈമാറുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ബിസിനസ്സുകളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഓരോ ബിസിനസ്സിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദെൻ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള തെളിവുകളായിട്ട് നമുക്കിത് ഹാജരാക്കാനും പറ്റുന്നു ഈ രേഖകൾ കേട്ടോ. ഇനി ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ്. അത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ പുതിയ കാര്യങ്ങൾ, ബിസിനസ്സിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പിന്നെ അതേപോലെ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ഒന്നിച്ച്
മൊത്തത്തിൽ ബിസിനസ്സിന് എത്ര ലാഭം എത്ര നഷ്ടം ആ രീതിയിലാണ് അതിൽ പറയുന്നത്. അപ്പോൾ അല്ലാതെ ഓരോന്നും പ്രൊഡക്റ്റ് വൈസ് ആക്ടിവിറ്റി വൈസ് അങ്ങനെ ആയിട്ട് കിട്ടുന്നില്ല. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, പണം കൊണ്ട് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അത് ആക്ച്വൽ കോസ്റ്റ് ആയിട്ടാണ്, മാർക്കറ്റിംഗ് കോസ്റ്റ് അല്ല. നമുക്ക് എത്രയാണ് യഥാർത്ഥത്തിൽ ചെലവ് വന്നിട്ടുള്ളത് ആ ചെലവ് അതാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. ദെൻ അടുത്തത് ഡിഫറെന്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. ചില കാര്യങ്ങളിൽ ഇപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോരോ ടേമുകളുണ്ട്, സ്റ്റോക്ക്. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ മെത്തേഡ്സിനും ഡിഫറെന്റ് റിസൾട്ട്സ് ആയിരിക്കും. അപ്പോൾ പല സമയത്ത് പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട്, അതായത് അക്കൗണ്ടിങ് എന്നത് ഞാൻ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതേ വ്യൂ പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, മറ്റേതൊരാളും മനസ്സിലാക്കിയിരിക്കണം. നമ്മളെല്ലാവരും ഒരേ കാര്യത്തെ ഒരേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൂൾസ്, റെഗുലേഷൻസ്, പ്രിൻസിപ്പിൾസ് അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ അത് സം ബേസിക് അസംഷൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണെന്ന് പറയാം. അപ്പൊ അതിൽ ഒന്നാമത്തത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ്, അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലനിൽപ്പ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ നിലനിൽപ്പ് എന്ന് പറയില്ലേ, അതിനെയാണ് എൻറ്റിറ്റി എന്ന് പറയാം. ഇപ്പൊ ഒരു നമ്മളൊരു വ്യക്തി നിൽക്കാം, നമ്മളൊരു വ്യക്തി ചെറിയ കുഞ്ഞായിരിക്കുമ്പോ എങ്ങനെയാ അറിയുന്നത്, ഒരാളുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള രീതിയിലായിരിക്കും അറിയാം അല്ലെ. കുറെ കഴിഞ്ഞാലോ ആ പേരോട് കൂടി, നമ്മുടെ ആ പേരോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേക വ്യക്തിയായിട്ട് ഇന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ജോലി ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രത്യേക ഐഡന്റിഫൈ നമ്മൾ പ്രത്യേകം ചെയ്യും, ഒരു ജോലിയിലോട്ടോ മറ്റോ. അപ്പൊ നമുക്ക് പ്രത്യേക ഒരു ഐഡന്റിറ്റി കിട്ടുന്നതല്ലേ. അതേപോലെയാണ് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടങ്ങിയ ഉടമയുടെ പേരിലല്ല അറിയപ്പെടുക, നിയമപരമായിട്ട് അതിനൊരു പേരും രജിസ്ട്രേഷൻ കോഡും എല്ലാം വരുന്നതോടുകൂടി അത് ഉടമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് മാറുന്നു. അപ്പൊ ഉടമ വേറെ ബിസിനസ് വേറെ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിനെ എന്ത് പറയും, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ പേരിൽ തന്നെ എല്ലാ ഡീലിങ്സും നടത്താം, അസറ്റുകൾ സ്വന്തമായിട്ട് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടാൻ പറ്റും, അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ദീർഘകാലം നിലനിൽക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ത് ചെയ്യുന്നു, ഓരോ അസറ്റുകളെല്ലാം വാങ്ങി സ്വത്തുക്കളെല്ലാം വാങ്ങിക്കൂട്ടുന്നു, പല ആളുകളിൽ നിന്നും കടങ്ങളൊക്കെ എടുക്കുന്നു. കാരണം എന്താണ്, നാളെയും മറ്റന്നാളൊന്നും ബിസിനസ് പൂട്ടിപ്പോവില്ല, സ്ഥിരമായിട്ട് ഒരുപാട് കാലം അവിടെ നിലനിൽക്കും എന്ന വിശ്വാസമാണ് നമ്മളെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലാണ് ബിസിനസ്സിന് ഒറിജിനൽ കോസ്റ്റിൽ ഫിക്സഡ് അസറ്റുകളെ രേഖപ്പെടുത്തുകയും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റുകൾക്ക്, ബിസിനസ് വാങ്ങി വെക്കുന്ന ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കുറെ കാലം ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന് തേയ്മാനം ഇതൊക്കെ വരും അല്ലേ. അപ്പൊ അതിന്റെ വാല്യൂ നമുക്കറിയാം, ഒരു കാർ വാങ്ങിച്ചോട്ടെ, ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചോട്ടെ, കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ വാല്യൂ കുറഞ്ഞു വരില്ലേ, നിങ്ങൾ വാങ്ങിച്ച വില കിട്ടില്ല. അപ്പൊ അത് ചിലപ്പോൾ ടെക്നോളജി മാറിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറെ കാലം ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അല്ലെ. അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് തേയ്മാനം വന്നുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിനെന്താ പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ ഒക്കെ ചാർജ് ചെയ്യാൻ കാരണം ഏത് കോൺസെപ്റ്റ് ആണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അടുത്ത മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ട് ബുക്കുകൾ രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ്. അപ്പൊ പണം കൊണ്ട് അളക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മാനേജറെ നമ്മൾ ബിസിനസ്സിൽ അപ്പോയിന്റ് ചെയ്തു, അത് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് ഇത്ര രൂപ സാലറി കൊടുത്തു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രേഖപ്പെടുത്താൻ പറ്റും.
അടുത്ത അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറെ രേഖകളൊക്കെ ഉണ്ടാക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണം, ട്രയൽ ബാലൻസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ ഒരു കൃത്യമായ ഇടവേളകളിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ചെയ്തിരിക്കണം. അപ്പൊ ഏത് ഇടവേളകളിൽ എന്നുള്ളതുണ്ട്, ഏത് ഇന്റർവെല്ലിലാണ് ഇത് ചെയ്യേണ്ടത്, ആ ഒരു പീരീഡ്, അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ സാധാരണയായിട്ട് ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത് 1 ഇയർ ആണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു കാലയളവാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ്, ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. മാർച്ച് 31 ആകുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കും. ദെൻ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺവെൻഷൻസ്. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ആണ്. അത് ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നിയമങ്ങൾ, ലോ ആണ്, റൂൾ എന്ന് പറയാം, ആസ് എ ഗൈഡ് ടു ആക്ഷൻ, നമ്മളെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു നിർദ്ദേശക സഹായി എന്നൊക്കെ പറയുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതിൽ റവന്യൂ റിയലൈസേഷൻ ഉണ്ട്. റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ റവന്യൂ റിസൾട്ട്സ് ഔട്ട് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ റവന്യൂ എന്ന് പറയുന്നത്. എന്താണ്? സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിച്ചതിലൂടെ കിട്ടുന്ന വരുമാനമാണ് എന്ത് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്, അല്ലേ? അത് മണിയായിട്ട്, പണമായിട്ട് എന്ത് ചെയ്യണം? റിയലൈസ് ചെയ്യണം. ആ റിയലൈസ് ചെയ്തത് മാത്രം ഭാവിയിൽ അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. ഉണ്ടായി കഴിഞ്ഞ റവന്യൂവിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. വെരിഫയബിൾ ഓബ്ജക്റ്റീവ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ബിസിനസ്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവ്. ഇപ്പൊ നിങ്ങളൊരു ബസ് കയറി അതിനുള്ള തെളിവ് എന്താണ്? ബസ്സിൽ നിന്ന് ടിക്കറ്റ് കിട്ടും, അല്ലേ? ഒരു ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് അതിന്റെ ബില്ല് കിട്ടില്ലേ? അപ്പൊ അതാണ് അതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. ആ തെളിവുകൾ വെച്ചിട്ട് വേണം ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻറ്റർ ചെയ്യാൻ എന്ന് പറയുന്നതാണ് വെരിഫയബിൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ്. അടുത്ത മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ ചെലവ് വരവ് ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടല്ലോ. ഇത് രണ്ടും എന്ത് ചെയ്യണം? അതാത് പീരീഡിൽ മാച്ച് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റവന്യൂ പെർട്ടൈനിങ് ടു എ പീരീഡ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് എക്സ്പെൻഡിച്ചർ. ഓരോ വർഷം ഉണ്ടാവുന്ന ചെലവുകൾ അതാത് വർഷത്തെ റവന്യൂമായിട്ട് ഇത് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, വെളിപ്പെടുത്തിയിരിക്കണം അതിന്റെ രേഖകളിലൂടെ എന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട്. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടപാടുകളാണ് ട്രാൻസാക്ഷൻ. അതിന് 2 വശങ്ങളുണ്ട്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ. ആ 2 വശങ്ങളെയാണ് ഡ്യുവൽ ആസ്പെക്ട്. ആ 2 ഭാഗത്തിനെ ഒന്നിനെ ഡെബിറ്റ് ആസ്പെക്ട് എന്ന് പറയും, ഒന്നിനെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നൊക്കെ പറയും. ഒന്ന് ഗിവിങ് ആസ്പെക്ട്, ഒന്ന് കൊടുക്കുന്ന ആസ്പെക്ട്, ഒന്ന് കിട്ടുന്ന ആസ്പെക്ട്. നമ്മൾ ഒരാൾക്ക് സാലറി കൊടുത്തു, ഒരു 10,000 രൂപ നമ്മുടെ സ്ഥാപനം ഒരാൾക്ക് സാലറി കൊടുത്താൽ 10,000 രൂപ നമ്മളെടുത്തുനിന്ന് പോയി പകരം അയാളുടെ എന്ത് കിട്ടുന്നു? സർവീസ് കിട്ടുന്നു. സോ ഒന്ന് റിസീവിങ് ആസ്പെക്ട് ആണ്, ഒന്ന് ഗിവിങ് ആസ്പെക്ട് ആണ്. അപ്പൊ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതിന് ഇതേപോലെ 2 വശങ്ങൾ ഉണ്ടായിരിക്കണം. ആ 2 ഭാഗവും നമ്മൾ രേഖപ്പെടുത്തണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഏതൊക്കെയാ? അസറ്റിന് തുല്യമാണ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു 1,00,000 രൂപയുടെ ബിസിനസ് തുടങ്ങാം. 1,00,000 രൂപയുടെ ബിസിനസ് തുടങ്ങാൻ നമ്മുടെ കയ്യിൽ 70,000 രൂപയുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിട്ടുള്ള ഉടമസ്ഥർ കൊണ്ടുവരുന്ന ക്യാഷിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയാം. പ്ലസ് ഇനി ബാക്കി നമ്മുടെ ഫ്രണ്ട്സ്, ബാങ്ക്, അവരിൽ നിന്നൊക്കെ നമ്മൾ 30,000 രൂപ സംഘടിപ്പിച്ചു. അപ്പൊ അത് നമ്മൾ തൽക്കാലം കടമായിട്ടൊക്കെ വാങ്ങിച്ചാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അക്കൗണ്ടിങ്ങിൽ ബാധ്യതയെ പറയുന്ന പേരെന്താ? ലയബിലിറ്റീസ്. എന്താ പറയാ? ലയബിലിറ്റീസ്. സോ നമ്മൾ കൊണ്ടുവന്നത് 70,000 ക്യാപിറ്റൽ പ്ലസ് നമ്മുടെ ഫ്രണ്ട്സ്, ബാങ്ക്, അങ്ങനെയുള്ള അവരിൽ നിന്നൊക്കെ മേടിച്ച കടത്തെ ലയബിലിറ്റീസ്. സോ ഇത് രണ്ടും കൂടി ചേർന്നാണ് ബിസിനസിന്റെ മൊത്തം സാധനങ്ങളും സ്വത്തുവകകൾ നമ്മൾ വാങ്ങിക്കൂട്ടി ബിസിനസ് റൺ ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയുന്നു? അസറ്റ്. സോ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുന്നു, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ കുറയ്ക്കുന്നു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസും അത് എത്ര രൂപയ്ക്കാണോ അക്വയർ ചെയ്തത് അതിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഷീനറി വാങ്ങാൻ നിങ്ങൾക്ക് 1,00,000 രൂപയായി, ആ 1,00,000 തന്നെ അത് റെക്കോർഡ് ചെയ്യുക. പിന്നീട് ഒരു 2 ആഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അതിന്റെ വില മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മാറ്റങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇനി അടുത്ത ഒരു ഗ്രൂപ്പാണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മോഡിഫൈങ് പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തെ അതെന്താണെന്ന് ഇപ്പൊ ഒന്നും പഠിക്കേണ്ട, ഓരോന്നും ഇപ്പൊ അതിന്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ പഠിക്കാം. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, അക്കൗണ്ടിങ് രേഖകളിലൂടെ വെളിപ്പെടുത്തണം. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺസിസ്റ്റൻസി. ഇപ്പൊ ഡിപ്രീസിയേഷൻ, സ്റ്റോക്ക്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓരോ മെത്തേഡ്സ് ഇപ്പൊ കണക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഒരാൾ കണക്ക് ചെയ്യുന്ന രീതിയിലല്ല വേറെ ഒരാൾ ചെയ്യുക, പക്ഷെ ഉത്തരം എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല, ഒരു മെത്തേഡിൽ ഉത്തരം കിട്ടുന്നതല്ല വേറൊരു മെത്തേഡ് കിട്ടുക. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരേ മെത്തേഡ് അല്ലാതെ ഡിഫറെന്റ് മെത്തേഡ് വർഷാവർഷങ്ങളിൽ ഫോളോ ചെയ്യരുത് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും കൃത്യമായിട്ട് ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെയിം മെത്തേഡ് തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ഫോളോ ചെയ്യണം. അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭങ്ങളെ നമ്മൾ എന്ത് ചെയ്യണ്ട, മുൻകൂട്ടി കാണേണ്ട ആവശ്യമില്ല. എന്നാൽ നഷ്ടങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണും. ലാഭം വന്നാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം ബിസിനസ്സിന് അത് ഗുണകരമായിരിക്കും. എന്നാൽ നഷ്ടം വന്നാലോ അത് ദോഷമായിരിക്കും അല്ലേ. അപ്പൊ ആ നഷ്ടങ്ങളെ കണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു. അതേപോലെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് നമുക്കറിയാം, ഒരു മെഷീനറി വാങ്ങിക്കഴിഞ്ഞു, ഒരു ബിൽഡിങ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, നാശമായി പോകുന്നു. അപ്പൊ പകരം നമുക്ക് ആ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു 10ഓ 20ഓ വർഷം കഴിഞ്ഞ് അതിന് പകരം പുതിയത് മേടിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കുണ്ടാവുന്ന ലാഭത്തിൽ നിന്ന് കുറേശ്ശെയായിട്ട് നീക്കി വെക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഭാവിയിൽ ഉണ്ടാവുന്ന ഇത്തരം നഷ്ടങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ആ നഷ്ടങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ പ്രൂഡൻസ്. ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അക്കൗണ്ടിങ് രേഖകൾ കൃത്യമായ സമയത്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ടൈംലിനെസ്. സോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇനിയുണ്ട് ഇതിൽ. ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസ് കാണാം, നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.